മാഘമാസത്തിൽ വരുന്ന അതിവിശിഷ്ടമായ ദിനമാണ് ജനുവരി 29 ബുധനാഴ്ച വരുന്ന മൗനി അമാവാസി. അന്നേ ദിനം മൗനവ്രതം ആചരിക്കുന്നത്, പിതൃപൂജയോ ശ്രാദ്ധകർമ്മങ്ങൾ ചെയ്യുന്നത്, ദാനധർമാദികൾ ചെയ്യുന്നത്, ഗംഗാസ്നാനം ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് വളരെ വളരെ വിശിഷ്ടമാണ്. അമാവാസിയിൽ നമ്മുടെ പിതൃക്കൾക്ക് വേണ്ടിയിട്ട് മാതാവിൻ്റെ സൈഡിൽ നിന്നായാലും പിതാവിൻ്റെ സൈഡിൽ നിന്നായാലും നമ്മുടെ പൂർവികർക്ക് എല്ലാവർക്കും വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ശ്രാദ്ധകർമ്മമാണ്. എല്ലാ അമാവാസിയിലും ചെയ്യാൻ പറ്റുന്ന ശ്രാദ്ധകർമ്മമാണ് പാർവണ ശ്രാദ്ധം. അത് ചെയ്യുന്നത് വളരെ വളരെ ശ്രേഷ്ഠമാണ്. മഹാകുംഭമേളയിൽ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, സ്നാനം ചെയ്യുന്നതിന് 5 വിശിഷ്ടമായ ദിനങ്ങൾ പറയുന്നുണ്ട്. ഒന്ന് മകരസംക്രമമായിരുന്നു, രണ്ടാമത്തതാണ് ഈ മൗനി അമാവാസി. പിന്നെ ഫെബ്രുവരി 2 വരുന്ന വസന്ത പഞ്ചമി, മാഘ പൗർണമി, പിന്നെ ശിവരാത്രി. ഈ 5 ദിവസങ്ങൾ വളരെ വിശിഷ്ടമാണ്. കൂടാതെ അന്നേ ദിവസം നമ്മൾക്ക് മൗനം ആചരിച്ചുകൊണ്ട് വ്രതം അനുഷ്ഠിക്കുന്നതും വളരെ ശ്രേഷ്ഠമാണ്. മെഡിറ്റേഷൻ ചെയ്യുന്നതിന്, ഉപാസന ചെയ്യുന്നതിനൊക്കെ അതിവിശിഷ്ടമായ ദിനങ്ങളാണ് അമാവാസിയും പൗർണമിയും. പണ്ട് കാലങ്ങളിൽ ഗുരുകുല വിദ്യാഭ്യാസ സമ്പ്രദായ സമയത്ത് ഇന്നത്തെ പോലെ ശനി ഞായറുമല്ലായിരുന്നു അവധി. മാസത്തിൽ 2 അവധിയാണ് കിട്ടുക. അമാവാസിയിലും പൗർണമി ദിനത്തിലുമാണ്. അത് അമാവാസി 2 ദിവസമാണെങ്കിൽ 2 ദിനം അവധി, പൗർണമി 2 ദിവസം വരുന്നുണ്ടെങ്കിൽ 2 ദിവസം അവധി. ആ 2 ദിവസങ്ങളിൽ പൂർണ്ണമായും ധ്യാനത്തിനും ഉപാസനയ്ക്കുമുള്ള ദിനമായിരുന്നു. ഇപ്രാവശ്യം അമാവാസി കഴിഞ്ഞ് അടുത്ത ദിവസം പ്രഥമ മുതൽ തുടങ്ങുന്ന നവരാത്രി വളരെ വളരെ വിശിഷ്ടമായ മാഘഗുപ്ത നവരാത്രിയാണ്. പ്രഥമ മുതൽ ആദിശക്തിയുടെ അതിവിശിഷ്ടമായ ഭാവങ്ങൾ പ്രപഞ്ചത്തിൽ പ്രകടമാകുന്ന മാഘമാസത്തിലെ നവരാത്രി, മാഘഗുപ്ത നവരാത്രി. ശക്തി ഉപാസനയ്ക്കായാലും സിദ്ധി നേടുന്നതിനായാലും അതിവിശേഷമായി കണക്കാക്കപ്പെടുന്ന ഈ നവരാത്രിയെ രഹസ്യ നവരാത്രി എന്നും അറിയപ്പെടുന്നു. ശക്തി ഉപാസനയിൽ തന്നെ രാജമാതംഗി ചൈതന്യം, അതാണ് ഏറ്റവും കൂടുതൽ ഈ സമയത്ത് ലഭ്യമാകുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് ശ്യാമള നവരാത്രി എന്നാണ് അറിയപ്പെടുക. ദശമഹാവിദ്യകളിൽ 9ാമത്തെ വിദ്യയാണ് ശ്യാമള. മാതംഗി ദേവി എന്നറിയപ്പെടും. കാരണം ഈ ദേവി മാതംഗി മഹർഷിയുടെ മകളായും ജനിച്ചിട്ടുണ്ട്. അതിമനോഹരമായൊരു കഥയുണ്ടത്. ആദിപരാശക്തിയുടെ, ലളിതാ ത്രിപുര സുന്ദരിയുടെ വിദ്യാവിഭൂതിയായ ശ്യാമളവർണ്ണമാർന്ന ശ്യാമളദേവി ദേവിയുടെ മന്ത്രിണിയാണ്, സൈന്യാധിപയാണ്. ഭക്തർക്ക് അഭയം, അഭീഷ്ടസിദ്ധി, സൗന്ദര്യം, പൗത്രന്മാർ, അങ്ങനെ എല്ലാ സൗഖ്യങ്ങളും, വിദ്യ, ബുദ്ധി, കലാവാസന, ഗൃഹസ്ഥർക്കുള്ള എല്ലാ സുഖ സമൃദ്ധിയും, പുരുഷാർത്ഥങ്ങൾ, 4 പുരുഷാർത്ഥങ്ങളും നൽകുന്നവളാണ് മാതംഗി ദേവി. മാതംഗി ദേവിയെ ഉപാസിച്ചാൽ ഭാഗ്യം, സുഖം, കാന്തി, ധനം ഇതൊക്കെ നേടാം. അതുമാത്രമല്ല, നമുക്ക് ശ്രവണശക്തി നൽകുന്നത്, പാടാനുള്ള കഴിവ് നൽകുന്നത്, കലാപരമായ എല്ലാ കഴിവുകളും നൽകുന്നത് മാതംഗി ദേവിയാണ്. അതായത് സരസ്വതി ദേവിയും മാതംഗി ദേവിയും പരസ്പര പൂരകങ്ങളാണെന്നാണ് പറയാം. ഗാനത്തിൻ്റെ അല്ലെങ്കിൽ നാദത്തിൻ്റെ ദേവതയായി മാതംഗി ദേവിയെ വിശേഷിപ്പിക്കുന്നു. 64 കലകളുടെയും അധിപതി. അതുകൂടാതെ സമസ്ത മന്ത്രങ്ങളുടെയും അധിഷ്ഠാത്രി ദേവിയായിട്ടും മാതംഗി ദേവിയെ പറയും. മന്ത്രങ്ങളുടെ ജപത്തിന്, ഉച്ചാരണത്തിനെയൊക്കെ നിയന്ത്രിക്കുന്ന വാക്ദേവതയാണ് ഈ ദേവി. മന്ത്രങ്ങളിലൂടെ നമുക്ക് മറ്റ് ദേവീദേവന്മാരുമായിട്ട്, ഇപ്പോൾ ഉപാസന ചെയ്യുന്നവരാണ് എങ്കിൽ മറ്റ് ദേവീദേവന്മാരുമായിട്ട് ആ സാധകന് സംവദിക്കാനുള്ള കഴിവ് നൽകുന്നവളാണത്രേ ഈ മന്ത്രിണീ ദേവി. ബ്രഹ്മാണ്ഡ പുരാണത്തിൽ ലളിതോപാഖ്യാനത്തിലാണ് ദേവിയെക്കുറിച്ച് വിശദമായി വിവരിച്ചിരിക്കുന്നത്. ലളിതാ ത്രിപുര സുന്ദരിയുടെ കയ്യിൽ കരിമ്പിൻ വില്ലുണ്ടല്ലോ, ആ കരിമ്പിൻ വില്ലിൽ നിന്നും ഉത്ഭവിച്ചതാണത്രേ ഈ മാതംഗി ദേവി. അമ്മയുടെ മന്ത്രിണിയാണ്. ഭണ്ഡാസുരവധത്തിനായിട്ടാണല്ലോ ലളിതാദേവി ഉത്ഭവിക്കുന്നത്. അപ്പം ഭണ്ഡാസുരവധത്തിനായിട്ട് ദേവി പോകുമ്പം ദേവിയുടെ കൂടെ സൈന്യാധിപയായിട്ട് മന്ത്രിണീ ദേവി കൂടെ പുറപ്പെടുന്നു. ഇത് കാണുന്ന സ്വർഗവാസികളൊക്കെ 16 ദിവ്യനാമങ്ങൾ വിളിച്ചുകൊണ്ട് മന്ത്രിണീ ദേവിയെ ആരാധിക്കുന്ന ഒരു സന്ദർഭമുണ്ട്. വളരെ സന്തോഷം തോന്നിയ ദേവി ആ സമയത്ത് എവിടെയൊക്കെ നോക്കിയോ അവിടെയുള്ള മുഴുവൻ ശത്രു സൈന്യവും ഭസ്മീകരിക്കപ്പെട്ടു എന്നാണ്. അത്രയ്ക്ക് പവർഫുള്ളാണ് ദേവിയുടെ ഈ 16 ദിവ്യനാമങ്ങൾ. ഇതാര് ജപിക്കുന്നുവോ
ഒരു തവണ ജപിച്ചാൽ തന്നെ 3 ലോകങ്ങളും അവർക്ക് വശമായി തീരും എന്നാണ്. നിത്യവും ജപിച്ചു കഴിഞ്ഞാൽ ക്ഷേമം, സൗഖ്യം, സമൃദ്ധി എല്ലാം അവരുടെ ജീവിതത്തിൽ ഉണ്ടാവും. ശ്യാമളാദേവിയുടെ ചൈതന്യം ഈ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ പ്രകടമാകുന്ന ഈ നവരാത്രി, അതായത് ജനുവരി 30-ാം തീയതി തൊട്ട് ഫെബ്രുവരി 7-ാം തീയതി വരെയുള്ള ഈ നവരാത്രിയിൽ ദേവിയെ ആരാധിച്ചു കഴിഞ്ഞാൽ അഷ്ടസിദ്ധികളും സർവ്വ അഭീഷ്ടങ്ങളും നമ്മുടെ ലക്ഷ്യപ്രാപ്തിയും ഒക്കെ നമുക്ക് നേടാൻ സാധിക്കുന്ന സുവർണകാലമാണ്. ലളിതാ സഹസ്രനാമം ചൊല്ലാം, മാതംഗി സഹസ്രനാമം ചൊല്ലാം. ഏറ്റവും നല്ലത് ശ്യാമളാദണ്ഡകം ജപിക്കുക എന്നുള്ളതാണ്. മാതംഗി പടലം, മാതംഗി സ്തുതി, ഇതൊക്കെ വളരെ വളരെ ശ്രേഷ്ഠമാണ്. കൂടാതെ നമുക്ക് ജപം, ധ്യാനം, ജപത്തിനോടൊപ്പം തന്നെ ധ്യാനം കൂടി ചെയ്യുന്നതും വളരെ ശ്രേഷ്ഠമായ ഫലം നൽകുന്ന കാലമാണ്. ദേവിയുടെ അതിവിശിഷ്ടമായ ഷോഡശ ദിവ്യനാമങ്ങൾ എന്നാണ് അറിയപ്പെടുക. അതുതന്നെ സ്തോത്രമായിട്ടും അറിയപ്പെടുന്നുണ്ട്. ഹയഗ്രീവ മഹർഷിയാണ് അഗസ്ത്യ മഹർഷിക്ക് ഇത് പറഞ്ഞു കൊടുക്കുന്നതായിട്ട് ലളിതോപാഖ്യാനത്തിൽ പറയുന്നത്. ആ നാമങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ സംഗീതയോഗിനി, ശ്യാമ, ശ്യാമള, മന്ത്രനായിക, മന്ത്രിണി, സച്ചിവേശി, പ്രധാനേശി, ശുകപ്രിയ, വീണാവതി, വൈണീകി, മുദ്രിണി, പ്രിയകപ്രിയ, നീപപ്രിയ, കദംബേശി, കദംബവനവാസിനി, സദാമത. ഇത് തന്നെയാണ് സ്തോത്രമായിട്ടും ചൊല്ലുക. സംഗീതയോഗിനി ശ്യാമ, ശ്യാമള, മന്ത്രനായിക, മന്ത്രിണി, സച്ചിവേശി ച, പ്രധാനേശി, ശുകപ്രിയ, വീണാവതി, വൈണികി ച, മുദ്രിണി, പ്രിയകപ്രിയ, നീപപ്രിയ, കദംബേശി, കദംബവനവാസിനി, സദാമത.